പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 4 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. നടപടിയിൽ താൽക്കാലിക ജീവനക്കാർ പ്രതിഷേധമുയർത്തി. മോശം പെരുമാറ്റത്തെ തുടർന്നാണ് 4 പേരുടെയും കരാർ പുതുക്കാത്തതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞത്. രോഗികളോട് മോശമായി പെരുമാറിയതുകൊണ്ട് മാത്രമാണ് ഈ 4 പേരെ പിരിച്ചുവിട്ടത്. മെമ്മോ കിട്ടിയതുകൊണ്ടും രോഗികളോട് മോശമായി പെരുമാറിയതും അല്ലാണ്ട് ഒരാളെ പോലും പിരിച്ചു. കാരണം ഇത്രയും നമുക്ക് പൈസക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തും നമ്മളിവിടെ നിലനിർത്തി രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കാനാണ്. ഇവർ രോഗികൾക്ക് ബുദ്ധിമുട്ട് വരച്ച സ്ഥിതിക്ക് ഒരു സൂപ്രണ്ടെന്നുള്ള നിലയിൽ എനിക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എന്താ നടപടി എന്ന് അടുത്ത HMC എത്ര മീറ്റിംഗ് കൂടി HMCയുടെ തീരുമാനമോ ബാക്കിയുള്ളവരോട് ഞാൻ ആക്ഷൻ എടുക്കും. ആരൊക്കെ സമരം ചെയ്തെന്നുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാൻ പറഞ്ഞിട്ടുണ്ട്. KV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഈ 4 പേർ കരാർ ജീവനക്കാരായിരുന്നു. കരാർ ജീവനക്കാരാണെങ്കിൽ അവർക്ക് പിരിച്ചുവിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല ഈ രോഗികളോടൊക്കെ മോശമായിട്ട് പെരുമാറിയ ഒരു ചരിത്രം കൂടി സൂപ്രണ്ട് പറയുന്നല്ലോ. എന്താണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം? SKN ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് വിവിധ വിഭാഗങ്ങളിലുള്ള 4 ജീവനക്കാരെയാണ്. ഇവർ ഒക്കെ മെമ്മോ ഉൾപ്പെടെ നൽകുകയും ചെയ്തു. അതിനുശേഷം ഇവരുടെ പെർഫോമൻസ് ഉൾപ്പെടെ വിലയിരുത്തിയതിനു ശേഷമാണ് ഈ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് കരാർ കാലാവധി കഴിഞ്ഞതിന് ശേഷം സ്വാഭാവിക നടപടിയായി മാത്രമാണ് അത് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ആശുപത്രിയിലെ മറ്റ് താൽക്കാലിക ജീവനക്കാർ ഇന്ന് രാവിലെ OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി അല്പസമയം ഈ OPയുടെ ഉൾപ്പെടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. ഇത് സാധാരണ രോഗികളെ അല്പനേരം വലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും സൂപ്രണ്ട് വീണ്ടും ചേരുന്നുണ്ട്. നമ്മൾ ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചട്ടവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ഇവർക്ക് കോൺട്രാക്ട് പുതുക്കി കൊടുക്കാറുണ്ട്. പുതുക്കി കൊടുക്കുന്നത് ഇവരെ പഴയ പെർഫോമൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ ഓരോ ദിവസം പെർഫോമൻസ് അപ്രീഷിയേഷൻ എനിക്ക് കിട്ടുന്നത് പുതുക്കുന്നതിന് ഒരു 2 ദിവസം മുമ്പാണ് എനിക്ക് കിട്ടുന്നത്. രോഗികളെ ബുദ്ധിമുട്ടിച്ച താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാവും. നടപടി എന്തായാലും ഉണ്ടാവും. കാരണം അടുത്ത HMC തീരുമാനം ഞങ്ങൾ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും എല്ലാവരെയും സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാനിത് ചെയ്തേക്കുന്നത്. മന്ത്രി അറിഞ്ഞിട്ടില്ല. കാരണം മന്ത്രി ഓസ്ട്രേലിയയിലായതുകൊണ്ട് മന്ത്രിനെ അറിയിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാനോടും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഹെൽത്ത് സ്റ്റാൻഡിംഗ് ചെയർമാനോടും എല്ലാവരോടും നടപടിയുണ്ടോ ാണ് ഞാൻ ഇവർ 4 പേരെ ഇപ്പം കോൺട്രാക്ട് പുതുക്കാതിരുന്നത്. ഒരിക്കലും പിരിച്ചുവിട്ടല്ല. ഇവർക്ക് എല്ലാവരുടെ അടുത്തും നമ്മൾ കോൺട്രാക്ട് ഇന്ന് പണിമുടക്കിയവർക്കെതിരെ നടപടി ഉണ്ടാവും. അതാണ് സൂപ്രണ്ട് പറയുന്നത്. അതായത് ഇന്ന് ഈ പണിമുടക്കിയ ജീവനക്കാർക്കെതിരെ സ്വാഭാവികമായി നടപടി ഉണ്ടാകും. കാരണം ഈ രോഗികളെ രാവിലെ ഉൾപ്പെടെ വന്ന രോഗികളെ ഈ പണിമുടക്ക് ചെറുതായെങ്കിലും ബാധിച്ചു. അല്പസമയമേ സമരം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ആ സമരം ഈ ആദ്യഘട്ടത്തിൽ രാവിലെ വന്ന ആളുകളെ വലിയ തോതിൽ ബാധിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം പൂർവ്വസ്ഥിതിയിലേക്കായിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ക്യൂ ഉൾപ്പെടെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത്. പക്ഷേ ഈ ആശുപത്രി തുറക്കുന്ന ഈ OP കൗണ്ടർ ഉൾപ്പെടെ തുറക്കുന്ന ഘട്ടത്തിൽ ഇത് വലിയൊരു ചെറിയ പ്രതിസന്ധി ഇവിടെ സൃഷ്ടിച്ചിരുന്നത്. ഈ താൽക്കാലിക ജീവനക്കാരുടെ പെട്ടെന്നുണ്ടായ സമരമാണ് ഈ പ്രതിസന്ധികൾക്കൊക്കെ തന്നെ കാരണം. ഈ സാധാരണ ആളുകളൊക്കെ തന്നെ ഇവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ ആളുകൾക്ക് പരാതിയോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല. പക്ഷേ രാവിലെ സമയത്ത് അത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് കാരണം ഈ താൽക്കാലിക ജീവനക്കാരുടെ പെട്ടെന്നുള്ള നോട്ടീസ് ഇല്ലാത്ത ചട്ടവിരുദ്ധമായ സമരം എന്നാണ് സൂപ്രണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. SKN